ഹലോ എൻ്റെ കുഞ്ഞുമക്കളെ, ഈ വീഡിയോ ഒരു തമാശ ആയിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. ഇതാണ് പടച്ചോനുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പടച്ചോന്റെ നമ്മളെ എങ്ങനെയാണോ, നമ്മളെ മനസ്സ് എങ്ങനെയാണോ, നമ്മളെ കർമ്മങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് പടച്ചോൻ നമ്മളെ കണ്ണ് തുറക്കാതിരിക്കില്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മൾ ആര് കുറ്റം പറഞ്ഞാലും, ആര് കളിയാക്കിയാലും, ആര് നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാലും അവരെ മുന്നിൽ ഈ പടച്ചോൻ്റെ ഒരു ദിവസം നമ്മളെ വിജയിച്ച് കാണിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. എൻ്റെ ഒരു കൂട്ടുകാരെ അവനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ച് അവന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അവർ കല്യാണം കഴിച്ചു കൊടുത്തില്ല. അവനെ അത്രമാത്രം ക്രൂശിച്ച് അത്രമാത്രം ദുഷ്ടനാക്കിയിട്ട് അവനെ മാറ്റി. അവൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ അത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ അവരെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഇതാക്കിയിട്ട് മാറ്റി. അവൻ വേറെ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു ചെറിയ അസുഖം വന്നപ്പോൾ ആ കുട്ടിക്ക് ബ്ലഡ് വേണം. ആ ബ്ലഡ് ഈ പയ്യനക്ക് മാത്രമേ ഉള്ളൂ. ആ ബ്ലഡ് ഈ പയ്യനക്ക് എന്നല്ല, ഒരു കുറഞ്ഞ ആൾക്കാർക്ക് മാത്രം ഉണ്ടാവുള്ളൂല്ലോ. എന്തോ ഒരു ഇത് പറഞ്ഞ ആ ബ്ലഡിന്റെ പേര്. അപ്പോൾ ഇവനക്ക് ആ ബ്ലഡാണ്. ഇവനക്ക് അറിയില്ല ഞാൻ ഇന്ന ആൾക്കാണ് ബ്ലഡ് കൊടുക്കാൻ പോകണമെന്നോ ഒന്നും അവനക്കറിയില്ല. അവൻ അവിടെ ചെന്ന് മാന്യമായിട്ട് ബ്ലഡ് കൊടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ കുട്ടി നല്ല എന്താ പറയുക, അസുഖങ്ങളൊക്കെ കുറേയൊക്കെ സമാധാനമായി മാറി വരുന്നേ. പക്ഷേ അവൻ അറിയണത് ബ്ലഡ് കൊടുത്തൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് ആ പെൺകുട്ടിൻ്റെ ഉപ്പാനെ അവൻ കാണുകയാണ്. അതുവരെ ഇവനക്ക് അറിയില്ല ഞാൻ ആർക്കാണ് ബ്ലഡ് കൊടുക്കാൻ പോകണമെന്നോ ഒന്നും അറിയില്ല. അത്രമാത്രം ഇവനെ ദുശീലങ്ങൾ പറഞ്ഞിട്ട്, വെള്ളടിക്കുമെന്ന് പറഞ്ഞിരിക്കണേ, കഞ്ചാവ് വലിക്കുമെന്ന് പറഞ്ഞിരിക്കണേ, ഒക്കെ പറഞ്ഞിട്ട് ഇവനെ അത്രമാത്രം കൂഷിച്ച ആൾക്കാർ ഇവൻ്റെ ബ്ലഡ് വേണ്ടി വന്ന് അവരെ മോളെ രക്ഷിക്കാൻ. ഞാൻ വലിയ ഇതാക്കിയിട്ട് പറയില്ല, ഇതാണ് പറഞ്ഞത്. പടച്ചോന് സത്യമുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ അത് തീർച്ചയായിട്ടും കാണിക്കാതെ നമ്മളെ മരിപ്പിക്കൂല എന്ന് പറഞ്ഞത് സത്യമാണ്, വാസ്തവമാണ്. അത്രയും ദുശീലമായ അവൻ്റെ ബ്ലഡ് അവർക്ക് ആവശ്യം വന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഇതാണ് പറഞ്ഞത്. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു എന്താ പറയുക, സന്തോഷം ഉണ്ടെങ്കിലും എന്താ പറയുക, അവനെ അത്രമാത്രം അന്ന് അവളെ അത്ര ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അവർ കല്യാണം കഴിച്ചു കൊടുത്തില്ല. സാഹചര്യങ്ങൾ പലർക്കും അന്ന് എന്താ പറയുക, അവൻ്റെ അടുത്ത് കുറച്ച് കുറവാണ്, സാമ്പത്തികങ്ങളും കാര്യങ്ങളൊക്കെ കുറവായി. ഇന്നിപ്പോൾ ആവശ്യം വന്നപ്പോൾ നോക്കാൻ നിങ്ങൾ സാമ്പത്തികം ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? അത് നേടിയെടുക്കാൻ കഴിഞ്ഞോ? പറ്റിയില്ല. അതാണ് പറഞ്ഞത്. നമ്മൾ സത്യമാണ്, നമ്മളെ മനസ്സും നല്ലതാണ്, നമ്മളെ കർമ്മങ്ങളും നല്ലതാണെന്നുണ്ടെങ്കിൽ പടച്ചോൻ ആ പറഞ്ഞ ആൾക്കാരെ മുന്നിൽ തന്നെ നമ്മളെ വിജയിച്ച് കാണിക്കുന്നുള്ളതിന് ഒരു സാമ്പിളാണിത്. അപ്പം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പറയാണ്. അപ്പം അതാണ് പറഞ്ഞത്, പടച്ച റബ്ബിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ച റബ്ബ് നമ്മളെ കൈവിടൂല, യാതൊരു സംശയമില്ല. ഇത് തമാശയായിട്ട് കാണണ്ട നിങ്ങൾ.